രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി അമേരിക്കൻ സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ. പാലക്കാട് വേരുകളുള്ള ഡോക്ടർ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 യാത്രികരുമായി സോയൂസ് MS-29 പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. എക്സ്പെഡീഷൻ 74 ദൗത്യത്തിന്റെ ഭാഗമായ പരീക്ഷണങ്ങൾക്ക് സംഘം നേതൃത്വം നൽകും. Mission now at full throttle and liftoff. Minin, Dubrov and Kikana now on their way to the International Space Station as part of a ഇന്ത്യൻ സമയം രാത്രി 8:17 അനിൽ മേനോനും സംഘവും ബഹിരാകാശത്തേക്ക് യാത്ര തുടങ്ങി. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മസ് സോയുസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ ബഹിരാകാശ യാത്ര. റോസ്കോസ്മോസിന്റെ പ്യോട്ടർ ഡുബ്രോവും അന്ന കിക്കിനിയുമാണ് അനിലിന്റെ സഹയാത്രികർ. സോയുസ് 2.1 എ റോക്കറ്റിൽ പേടകത്തെ വിക്ഷേപിച്ചു. 2 തവണ ഭൂമിയെ വലം വെച്ച ശേഷം രാത്രി 11:26 സോയുസ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തു. പുലർച്ചെ 1:25 അനിലും സംഘവും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തി. അമേരിക്കൻ ബഹിരാകാശ സേനയെ സേവിക്കാൻ കഴിയുന്നതിലും നാസയുടെ പിന്തുണയോടെ ബഹിരാകാശത്തേക്ക് പോകാൻ അവസരം ലഭിച്ചതിലും അഭിമാനമെന്ന് അനിൽ മേനോൻ. Thank you very much for those kind words. The station is a sight to behold and a monument to all the hard work that we are able to do together and what we're able to achieve when we do it. 8 മാസത്തെ ദൗത്യത്തിന് ശേഷം അടുത്ത വർഷം ഏപ്രിലായിരിക്കും സംഘത്തിന്റെ മടക്കം. ബഹിരാകാശ നിലയത്തിലെ എക്സ്പെഡിഷൻ 74ന്റെ ഭാഗമായാണ് ഈ ദൗത്യം. സയൻസ് ഡെസ്ക് 24. വളരെ പ്രധാനപ്പെട്ട സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുടെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഒമാൻ തീരത്ത് മിസൈൽ ആക്രമണത്തിൽ കാണാതായ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. പുനെ സ്വദേശി ഹേരം കർമർക്കറാണ് കൊല്ലപ്പെട്ടത്. ഈ മാസം 12-നാണ് GFS ഗാലക്സി കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഇറാനിൽ അമേരിക്ക കനത്ത ആക്രമണം തുടരുകയാണ്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഒപ്പം തന്നെ മധു കൊട്ടാരകര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു. ആദ്യം നമ്മൾ പോകുന്നത് PR അരവിന്ദിലേക്കാണ്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. അങ്ങനെ ഒരു മലയാളിയുടെ, ഒരു ഇന്ത്യക്കാരൻ്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. അതിൽ സ്ഥിരീകരണമായിട്ടുണ്ടല്ലോ അല്ലേ? പ്രവിത കൃഷ്ണ, ഈ മാസം 12-ാം തീയതിയാണ് ഒമാൻ തീരത്ത് വെച്ച് GFS ഗാലക്സി എന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. 11 ഇന്ത്യക്കാർ ഈ കപ്പലിലുണ്ടായിരുന്നു. 10 ഇന്ത്യക്കാരെ അന്ന് രക്ഷിക്കാൻ സാധിച്ചിരുന്നെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കാണാതാവുകയായിരുന്നു. പിന്നീട് തിരച്ചിലടക്കം നടക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന സങ്കടപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുടുംബം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അധികൃതർ തങ്ങളോട് ബന്ധപ്പെട്ടുവെന്നും ഇത്തരത്തിൽ ഈ പൂനെ സ്വദേശിയായ ഹേരം കർമ്മക്കർ കൊല്ലപ്പെട്ടു എന്ന് അറിയിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അന്ന് ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അത് ശക്തമായി ഒഴിവാക്കണമെന്നതായിരുന്നു വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ തുടരുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഇന്ത്യ അറിയിക്കുന്നത്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. അന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കാതെ, അല്ലെങ്കിൽ അന്ന് കാണാതായ നാവികൻ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മധു കൊട്ടാരക്കര കൂടി അമേരിക്കയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. പറയാനുള്ളത് അത്ര ശുഭകരമായ വാർത്തയല്ല. ആക്രമണം ഇപ്പോഴും ഇറാനിലേക്ക്, അമേരിക്കയും തിരിച്ച് ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും തുടരുകയാണ്. എന്താണ് അമേരിക്കയുടെ നിലപാടിപ്പോൾ? ആക്രമണം തുടരാൻ തന്നെയാണോ? ഗുഡ് മോർണിംഗ് പ്രവിത കൃഷ്ണ. ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് അമേരിക്കൻ തീരുമാനം. ഇറാനിലെ എല്ലാ തുറമുഖങ്ങളിലേക്കും അമേരിക്ക നാവിക ഉപരോധം കഴിഞ്ഞ മണിക്കൂറിൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇറാനിയൻ ബ്ലോക്കേഡ് എന്നാണ് ഇതിനെ ട്രംപ് പറയുന്നത്. അതായത് ഇറാനിലേക്കുള്ള കപ്പലുകൾ, ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളും അവിടെ നിന്ന് അവരുടെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള കപ്പലുകൾ തിരികെ വരുന്നവരും അവർക്കായിരിക്കും ഈ ബ്ലോക്കേഡ് ഉണ്ടാകുക. അതേസമയം മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സ്വതന്ത്രമായി ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ഇറാൻ വീണ്ടും ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കും അതുപോലെ പാലങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി അത് ഇല്ലാതാക്കുന്നതിനാണ് അമേരിക്കൻ സൈന്യം ഇപ്പോൾ ഈ പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കൻ സൈന്യം പറയുന്നത് കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 7 വാണിജ്യ കപ്പലുകൾ ഇറാൻ ആക്രമിക്കുകയും നിരവധി പേർ, ഏതാണ്ട് 12-ലധികം പേർ കാണാതായിട്ടുണ്ടെന്നും പറയുന്നു. അതേസമയം ഫോക്സ് ന്യൂസിൽ സ്പെഷ്യൽ റിപ്പോർട്ട് വിത്ത് ബ്രെഡ് ബെയർ എന്ന പരിപാടിയിൽ ട്രംപ് നൽകിയ അഭിമുഖത്തിൽ
യോഗത്തിൽ ഇറാനുമായിട്ടുള്ള ഇറാനെതിരെയുള്ള നടപടികളെ പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് പറയുകയുണ്ടായി. ഊർജ്ജ കേന്ദ്രങ്ങൾ അത് ആക്രമിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ തൽക്കാലം അത് ഏറ്റവും ഒടുവിലത്തേക്ക് മാറ്റിവെക്കുകയാണെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അതും ലക്ഷ്യം വെക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരിക്കും ഇത് ഒരു യുദ്ധക്കുറ്റമാണ്. ഇതിനെപ്പറ്റിയുള്ള വിശദീകരണം പിന്നീട് വരുമായിരിക്കാം. ഹോർമൂസ് കപ്പലുകൾക്ക് അവിടെ നിന്ന് വരുന്ന ചരക്ക് കപ്പലുകൾക്ക് ഒരു സുരക്ഷാ ഫീ എന്നുള്ള നിലയിൽ 20% ഏർപ്പെടുത്തും എന്ന് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. പകരം അമേരിക്കയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അതായത് GCC രാജ്യങ്ങൾ വ്യാപാര വ്യവസായ നിക്ഷേപം നടത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം പുലർച്ചെ ജോർദാനിലെ അസ്രാഖ് ബേസിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം അവകാശപ്പെടുന്നു. അതുപോലെ ബഹ്റിനിലെയും കുവൈറ്റിലെയും US-ന്റെ ആയുധ സംഭരണശാലകളും ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി ഇറാന്റെ IRGC അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് US ട്രഷറി. ഇറാനുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുണ്ട്. അതുകൂടാതെ ചില കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണ, പ്രവിത. ശരി, അതാണ് മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് നൽകുന്ന വിവരം. ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിലെ ഇന്ത്യൻ നാവികരുടെ തത്സമയ വിവരങ്ങൾ നൽകുന്നതിന് ഡാഷ്ബോർഡ് സ്ഥാപിക്കാൻ ഷിപ്പിംഗ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. പേർഷ്യൻ ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന നാവികരുടെ തത്സമയ നിരീക്ഷണമാണ് ലക്ഷ്യം. കപ്പലുകളുടെ പതാക പരിഗണിക്കാതെ ഇന്ത്യൻ നാവികരുടെ ഡാഷ്ബോർഡ് തയ്യാറാക്കും. കപ്പലിന്റെ സ്ഥാനം, ഉടമസ്ഥാവകാശം, ജീവനക്കാരുടെ എണ്ണം, ഭീഷണി വിലയിരുത്തൽ, അടുത്ത തുറമുഖം, സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ഡാഷ്ബോർഡിൽ ലഭ്യമാക്കും. ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികന് ജീവൻ നഷ്ടമായതിന് പിന്നാലെയാണ് ഷിപ്പിംഗ് മന്ത്രാലയം അവലോകന യോഗം ചേർന്നത്. സ്പെയിൻ ഫൈനൽ. Golcano in association with Maither Eagles FC, Kerala. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഫൈനലിൽ. എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മിക്കേൽ ഓയാർസബാലും പെഡ്രോ പോറോയും സ്പെയിനിനായി ഗോൾ നേടി. ഡാളസിൽ സ്പാനിഷ് ഡിലൈറ്റ്. 2 അടിയിൽ നെഞ്ചു തകർന്ന് ഫ്രഞ്ച് പട. തുടർച്ചയായ 3-ാം ഫൈനൽ എന്ന ഫ്രാൻസിന്റെ സ്വപ്നങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ഫൈനലിലേക്ക് ലാ റോജകളുടെ മാസ് എൻട്രി. കളിയുടെ ആദ്യ മിനിറ്റുകളിൽ ആക്രമിച്ചു കളിച്ചത് ഫ്രാൻസ്. എന്നാൽ ലീഡെടുത്തത് സ്പെയിൻ. ലെമിൻ യമാലിനെ ഫ്രഞ്ച് താരം ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് സ്പെയിൻ അനുകൂലമായി പെനാൽറ്റി. കിക്കെടുത്ത ഒയാർസബാലിന് പിഴച്ചില്ല. ടൂർണമെന്റിൽ ഒയാർസബാലിന്റെ 5-ാം ഗോൾ. ഈ ലോകകപ്പിൽ ആദ്യമായി ഫ്രാൻസ് പിന്നിൽ. ഗോളടിച്ചു കൂട്ടി എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയ ഫ്രഞ്ച് മുന്നേറ്റനിരയെ കത്രിക പൂട്ടി സ്പാനിഷ് അർമാടകൾ. കളം നിറഞ്ഞു കളിച്ച് കുബാർസിയെയും കുക്കറയെയും. മധ്യനിരയിലും സ്പെയിന്റെ സമ്പൂർണ്ണാധിപത്യം. ഇതിനിടെ പ്രതിരോധ കോട്ടയിലെ വിശ്വസ്തൻ വില്യം സാലിബ പരിക്കേറ്റ് പുറത്തുപോയതും ഫ്രാൻസിന് തിരിച്ചടിയായി. 2-ാം പകുതിയിൽ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ പെഡ്രോ പോറോയിലൂടെ സ്പെയിൻ ലീഡ് ഉയർത്തി. ഡാനി ഓൾമോയുടെ പാസ് കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചു പോറോ. ഗോൾ മടക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഗോൾ കീപ്പർ ഉനായ് സിമോണും പ്രതിരോധ നിരയും തട്ടിത്തെറിപ്പിച്ചതോടെ ഡാളസ് ദിദിയർ ദശാംസിനും സംഘത്തിനും വാട്ടർലൂവായി. ദശാംസിന്റെ തന്ത്രങ്ങളെല്ലാം പൊസഷൻ ഫുട്ബോളിന്റെ കരുത്തിൽ നിഷ്പ്രഭമാക്കിയ സ്പെയിന് 2010 ശേഷം ആദ്യ ഫൈനൽ. ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിലെ വിജയിയാകും ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളി. വേൾഡ് കപ്പ് ഡെസ്ക് 24. വിഖ്യാതമായ പൊസഷൻ ഫുട്ബോളുമായി അവർ വീണ്ടും അവതരിച്ചു. ലമാസിയയുടെ മണ്ണിൽ മുളച്ച വിത്തുകൾ ലോകവേദിയിൽ വൻമരങ്ങളായി പടർന്നതോടെ സ്പെയിൻ വിളിച്ചോതുന്നത് തിരിച്ചുവരവിന്റെ അധ്യായമാണ്. 2010 ലോകത്തിന്റെ നെറുകയിൽ നിന്നവർ പിന്നീട് കണ്ടത് വീഴ്ചയുടെ ആഴങ്ങൾ. ടിക്കിടാക്കിയുടെ കാലം കഴിഞ്ഞുവെന്ന് ലോകം വിധിയെഴുതി. വിമർശനങ്ങളുടെയും നിരാശയുടെയും കനൽ വഴികളിലൂടെ അവർ നടന്നു നീങ്ങി. 2 ആണ്ട് മുന്നേ യൂറോപ്പ് കീഴടക്കി തിരിച്ചുവരവിന്റെ ദൃഷ്ടാന്തം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഇന്നിതാ ലോകവേദിയിൽ
അവസാന പോരാട്ടത്തിന് ടിക്കറ്റ് ഉറപ്പിച്ചു. ഗാലറിയിൽ ശ്വാസമടക്കി പിടിച്ചിരിപ്പുണ്ടായിരുന്നു അവർ. ഒരു കാലത്ത് ലോകം കാൽക്കീഴിലാക്കിയ ഇതിഹാസങ്ങൾ. ഫ്രാൻസിനെതിരെ അവരുടെ പിന്മുറക്കാർ ഒത്തിണക്കത്തോടെ ഫ്രഞ്ച് പടയോട്ടത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. കാറ്റും കോളുമായെത്തിയ ഫ്രഞ്ച് കൊടുങ്കാറ്റിനെ വിഖ്യാതമായ പൊസഷൻ ഫുട്ബോൾ കൊണ്ട് ലാറോജകൾ ചങ്ങലക്കിട്ടു. പന്തിന്മേൽ പൂർണ്ണ ആധിപത്യം വീണ്ടെടുത്ത് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഫുട്ബോൾ ലോകം തിരിച്ചറിഞ്ഞു. സ്പാനിഷ് പടയുടെ പ്രതാപകാലം വീണ്ടും ഉദയം ചെയ്തിരിക്കുന്നു. പ്രതിരോധത്തിന്റെ നെടുംകോട്ടയായി മാറി കുബാർസി തിളങ്ങുമ്പോൾ അവന്റെ ഓരോ ചുവടിലും ഭൂതകാലം കണ്ട് ഗാലറിയിലിരുന്ന് കൈയടിക്കുകയായിരുന്നു കാർലോസ് പുയോൾ. മുന്നേറ്റങ്ങളിൽ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ലെമീൻ യമാൽ പന്ത് തട്ടി. ഇടതുവിങ്ങിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയും പ്രതിരോധത്തിന്റെ പാറക്കെട്ടാവുകയും ചെയ്തു കുക്കുറേയ. വിസ്മയങ്ങളുടെ വിളനിലമായ ലമാസിയയിൽ നിന്ന് പന്ത് തട്ടി തുടങ്ങിയവരാണിവരെല്ലാം. ലോകവേദിയിലെ ഫൈനൽ പോരാട്ടത്തിലേക്ക് അവർ മാർച്ച് ചെയ്യുമ്പോൾ നിസ്സംശയം പറയാനാകും, സ്പെയിൻ ഇന്നും ലോക ഫുട്ബോളിന്റെ ഈറ്റില്ലം തന്നെയാണ്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകകപ്പ് വാർത്തകളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 1-ാം ക്ലാസ്സുകാരുടെ കൈവിരൽ അധ്യാപിക ചൂരൽ കൊണ്ട് അടിച്ചുടിച്ചുവെന്ന് പരാതി. ആറ്റിങ്ങൽ കവലിയൂർ GHSSലെ അധ്യാപിക റീനയ്ക്കെതിരെയാണ് പരാതി. കുട്ടിയുടെ ഒരു വിരലിൽ പൊട്ടലും മറ്റൊരു വിരലിൽ ചതവും ഉണ്ടെന്നാണ് കുടുംബം 24നോട് പറഞ്ഞത്. കവലിയൂർ ഗവൺമെൻറ് HSSൽ 1-ാം സ്റ്റാൻഡേർഡ് പഠിക്കുന്നതാണ് എൻ്റെ മകള്. വ്യാഴാഴ്ച ലാസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് റിനി ടീച്ചർ ഇവർക്ക് എന്തോ ടെസ്റ്റ് എഴുതാൻ പറഞ്ഞ് ഇവള് സ്പീഡിന് എഴുതിയില്ലെന്നും പറഞ്ഞ് കൈ പിടിച്ച് വെച്ച് ചൂരലിന് അടിച്ചതാണ്. കൊച്ചിൻ്റെ കൈക്ക് ചെറിയ ഫ്രാക്ചറുണ്ട്. അത് ഞങ്ങളറിയുന്നില്ല. ഇവള് ഭയന്നിട്ട് വെള്ളിയാഴ്ച പറയാതിരുന്ന് പനി കയറി നോക്കുമ്പോൾ കൈ നീര് കയറിയിരിക്കുകയാണ്. എന്തോ ചെയ്ത് മോളേന്ന് വെച്ചപ്പോഴാണ് റിനി ടീച്ചർ അടിച്ചതെന്ന് പറയുന്നത്. അപ്പോഴത്തേനും നമ്മൾ ശനിയാഴ്ച രാവിലെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അപ്പോൾ ഡോക്ടർ മോളെ മാത്രം ഇരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മോള് പറഞ്ഞ് റിനി ടീച്ചർ കൈ പിടിച്ചു വെച്ച് അടിക്കുകയാണ് ചെയ്തതെന്ന്. കൊച്ചിൻ്റെ കൈ നല്ല വേദനയുണ്ട്, ഭയങ്കര കരച്ചിലായിരുന്നു. അവൾ സ്കൂളിൽ പോകില്ലെന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി ജിബിൻ ജേബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ അതിൻ്റെ കൈ നമുക്ക് ആലോചിക്കാം, കുഞ്ഞു കൈയാണ്. അപ്പോൾ ആ കയ്യിലൊക്കെ അടിക്കുമ്പോൾ എന്തായാലും പ്രായമുള്ള ഒരാളെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ അധ്യാപികയുടെ ഭാഗത്തു നിന്നോ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നോ പ്രതികരണം ലഭ്യമാണോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീൻ ആൻഡ് പ്രവിത. ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ കേസിൽ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. കവലിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയായിട്ടുള്ള റിനി എന്ന് പറയുന്ന അധ്യാപികയ്ക്കെതിരെയാണ് ഇപ്പോൾ കുടുംബവും കുട്ടിയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഈ വ്യാഴാഴ്ച വൈകുന്നേരം ക്ലാസ് വിട്ട് വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള പീരീഡാണ് ഇംഗ്ലീഷ് അധ്യാപികയായിട്ടുള്ള റിനി ഈ 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. തുടർന്ന് ഹോംവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് ഈ കുട്ടികളെ കൊണ്ട് ഈ ടീച്ചർ എഴുതിപ്പിച്ചു. അപ്പോൾ ഈ പോർഷൻസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി അത് എഴുതിയെടുക്കുന്നതിൽ ചെറിയ രീതിയിലുള്ള ഒരു കാലതാമസമുണ്ട്. ഇതിനെ തുടർന്നാണ് റിനി എന്ന് പറയുന്ന അധ്യാപിക തന്റെ കൈ പിടിച്ചു വെച്ച് ചൂരൽ കൊണ്ട് അടിച്ചതെന്നാണ് കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ച കുട്ടി ഈ വിവരം വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. തുടർന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി കുട്ടിയുടെ കൈ നീര് വന്നതിനെ തുടർന്നാണ് മാതാപിതാക്കൾ കുട്ടിയുടെ കാര്യങ്ങൾ തിരക്കിയത്. തുടർന്നാണ് കുട്ടിക്ക് സ്കൂളിൽ നിന്ന് റിനി എന്ന് പറയുന്ന ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം വീട്ടുകാരെ അറിയിക്കുന്നത്. ഇവർ ആദ്യഘട്ടത്തിൽ ഇത് വർക്കല താലൂക്ക് ആശുപത്രിയിലാണ് എത്തുന്നത്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും കുട്ടിയെ അവിടെ പ്രവേശിപ്പിക്കുകയും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ കൈയുടെ ഒരു വിരലിന് പൊട്ടലുള്ള കാര്യവും മറ്റൊരു വിരലിൽ ലിഗമെന്റ് വലിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്. തുടർന്ന് കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് നിലവിൽ. ഇവർ ഇത് സംബന്ധിച്ച് ആദ്യമായി പരാതി നൽകുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഇവർ ആദ്യമായി പ്രാഥമിക അന്വേഷണം നടത്തുകയും തുടർന്ന് ഈ വിവരം കവലിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയുമായിരുന്നു. ഇപ്പോൾ കവലിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഇതുവരെയും സ്കൂളിന്റെ ഭാഗത്തു നിന്നോ റിനി എന്ന് പറയുന്ന അധ്യാപികയുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് കവലിയൂർ പോലീസ് കടക്കും. സ്കൂളിലെത്തി ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളെയും അതുപോലെ തന്നെ അധ്യാപകരുടെ മൊഴിയെടുത്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് കവലിയൂർ പോലീസും. ശരി, ജിബിൻ ജേബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ടെലിവിഷൻ റേറ്റിംഗ് ലാൻഡിംഗ് പേജ് ബാധകമാക്കരുത് എന്ന കേന്ദ്ര നിർദ്ദേശത്തെ പിന്തുണച്ച് റേറ്റിംഗ് ഏജൻസി ബാർക്ക്. ഇക്കാര്യത്തിൽ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് ബാർക്ക് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ബാർക്ക് റേറ്റിംഗിലെ ക്രമക്കേടുകൾ 24 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ്
കേന്ദ്ര സർക്കാർ പുതിയ റേറ്റിംഗ് നയം പ്രഖ്യാപിച്ചത്. ലാൻഡിംഗ് പേജുകൾ റേറ്റിംഗിന് ബാധകമാക്കരുതെന്ന് പുതിയ നയം വ്യവസ്ഥ ചെയ്തു. ഇതിനെതിരെ ഓൾ ഇന്ത്യ ഡിജിറ്റൽ കേബിൾ ഫെഡറേഷൻ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും നിർദ്ദേശം താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയുമായിരുന്നു. കേസിൽ ബാർക്ക് കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചു. ലാൻഡിംഗ് പേജുകൾ TV റേറ്റിംഗ് കൃത്രിമമായി ഉയർത്തുന്നുവെന്ന് ബാർക്ക് വിശദീകരിക്കുന്നു. പ്രേക്ഷകർ സ്വമേധയാ തിരഞ്ഞെടുക്കാതെ നിർബന്ധിതരായി കാണേണ്ടി വരുന്നത് റേറ്റിംഗിന് പരിഗണിക്കില്ലെന്നത് രാജ്യാന്തര തലത്തിൽ പാലിക്കപ്പെടുന്ന മാനദണ്ഡമാണെന്ന് ബാർക്ക് വിശദീകരിക്കുന്നു. വിപണനാവശ്യങ്ങൾക്ക് ലാൻഡിംഗ് പേജ് ഉപയോഗിക്കാമെന്നും എന്നാൽ പ്രേക്ഷക കണക്കെടുപ്പിൽ പരിഗണിക്കാനാവില്ലെന്നും സത്യവാങ്മൂലത്തിൽ ബാർക്ക് പറയുന്നു. ലാൻഡിംഗ് പേജ് ഉപയോഗിക്കുന്നതിനെ പുതിയ നയം എതിർക്കുന്നില്ല. സുപ്രീം കോടതി സമാന വിഷയം പരിഗണിക്കുന്നുണ്ടെന്നായിരുന്നു ഹർജിക്കാരായ ഓൾ ഇന്ത്യ ഡിജിറ്റൽ കേബിൾ ഫെഡറേഷന്റെ പ്രധാന വാദം. എന്നാൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചാനൽ ക്രമത്തെക്കുറിച്ചാണെന്നും പ്രേക്ഷക എണ്ണവുമായി ബന്ധപ്പെട്ടല്ലെന്നും ബാർക്ക് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് 24. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. കെ ബിജു IAS മാപ്പ് അപേക്ഷ ഹൈക്കോടതിക്ക് മുൻപാകെ എത്തും. രൂക്ഷ വിമർശനത്തോടെ ആദ്യ അപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് വീണ്ടും സമർപ്പിച്ചത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രതികളായ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, K രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവിലാണ് കെ ബിജു വീഴ്ച വരുത്തിയത്. ലാൽകൃഷ്ണനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ലാൽ, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും മാപ്പ് അപേക്ഷ അദ്ദേഹം നൽകിയിരുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് കോടതിയിലെത്തുക? ഒപ്പം തന്നെ കോടതി വിശദമായി തന്നെ അദ്ദേഹം നൽകിയ മാപ്പപേക്ഷ പരിശോധിക്കുകയും ചെയ്യുമല്ലോ. പ്രധാനമായിട്ടും മാപ്പപേക്ഷയെ പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നേരിട്ട് ഹാജരായാണ് മാപ്പപേക്ഷ അദ്ദേഹം അറിയിച്ചത്. പക്ഷേ കോടതി ഇത് പൂർണ്ണമായിട്ടും തള്ളുകയായിരുന്നു. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വേണ്ടത്ര രീതിയിലോ അല്ലെങ്കിൽ വേണ്ട രീതിയിലോ വേണ്ടത്ര മുൻഗണന പ്രാധാന്യം നൽകിക്കൊണ്ടോ ആയിരുന്നില്ല മാപ്പപേക്ഷ നൽകിയത് എന്നുള്ളതായിരുന്നു. അതിനു മുൻപേ തന്നെ നൽകിയ മാപ്പപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലെല്ലാം തന്നെ കോടതിയെ പൂർണ്ണമായും അധിക്ഷേപിക്കുകയും കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ടും കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരിട്ട് ഹാജരായ മാപ്പപേക്ഷ നൽകിയത്. എന്നാൽ അതും കോടതി നിരസിച്ചതോടുകൂടിയാണ് എഴുതി തയ്യാറാക്കിയ സത്യവാങ്മൂലവും മാപ്പപേക്ഷയും ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. A ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. വേണ്ടത്ര വീണ്ടും വിചാരമില്ലാതെയാണ് മാപ്പപേക്ഷ തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായ തെറ്റുകളുണ്ടായത്. അത് പൂർണ്ണമായും പൊറുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത ദിവസം മാപ്പപേക്ഷ നൽകിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ സെക്രട്ടറി കെ ബിജു നേരിട്ട് ഹാജരായിട്ടായിരുന്നു നൽകിയിരുന്നെങ്കിലും കോടതി സ്വീകരിച്ചില്ല. ഇതിൽ തുടർ നടപടികളും മറ്റു കാര്യങ്ങളും നടക്കും. കോടതി അലക്ഷ്യമടക്കമുള്ള കാര്യങ്ങളിൽ മാപ്പപേക്ഷയുടെ സ്വരത്തിലല്ല, അത് കോടതി അലക്ഷ്യമടക്കമുള്ള നടപടികൾക്ക് വിധേയമാകാൻ കാരണമാകുമെന്ന് അദ്ദേഹം കോടതി പറഞ്ഞിരുന്നുവെങ്കിലും അതിലും പൂർണ്ണമായിട്ടും മാപ്പപേക്ഷ പുതുക്കി നൽകുന്നതിലൂടെ അതിന് മറികടക്കാമെന്നുള്ളതാണ് നിലവിൽ കെ ബിജുവും കശുവണ്ടി വികസന കോർപ്പറേഷനും ഉദ്ദേശിക്കുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനാണ് കോടതിയുടെ തീരുമാനം. വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി പ്രോസിക്യൂഷൻ അനുമതി പൂർണ്ണമായും നൽകുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. ശരി, ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. PSC ആസൂത്രണ ബോർഡ് നിയമനങ്ങളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പരാതിയിൽ രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന IG S അജിത ബീഗമാണ് PSC സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്തു നൽകിയത്. ചോദ്യപേപ്പറുകൾ, ഉത്തരക്കടലാസുകൾ, ഉത്തരസൂചിക, മാർക്കിട്ടതിന്റെയും ടാബുലേഷൻ നടത്തിയതിന്റെയും വിവരങ്ങൾ, അഭിമുഖത്തിന് വിളിച്ചവരുടെ പട്ടിക, നൽകിയ മാർക്ക് എന്നിവയെക്കുറിച്ചുള്ള രേഖകളാണ് ഇന്നലെ ആവശ്യപ്പെട്ടത്. ചോദ്യപേപ്പർ തയ്യാറാക്കിയവരെയോ മൂല്യനിർണ്ണയം നടത്തിയവരെയോ കുറിച്ചുള്ള വിവരങ്ങൾ ഇഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ബോർഡിലെ 3 നിയമനങ്ങളെക്കുറിച്ച് പരാതി നൽകിയ 4 പേരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അതുപ്രകാരമുള്ള രേഖകളാണ് ആവശ്യപ്പെട്ടത്. പരീക്ഷാ നിയമന ക്രമക്കേടുകളെക്കുറിച്ച് പുതിയ 10 പരാതികൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കും. വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമ AC തോമസിന്റെയും ഭാര്യ ലൗനി തോമസിന്റെയും മൃതദേഹങ്ങൾ ഇന്നലെയാണ് നാട്ടിലെത്തിച്ചത്. ഇന്ന് രാവിലെ 10 മണി മുതൽ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് 3:30 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ടിന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെ 11:30 കൂടിക്കാഴ്ച. ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാനുള്ള സംയുക്ത നീക്കത്തിനാണ് ശ്രമം. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ആഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല ബംഗളൂരുവിലെത്തി കണ്ടിരുന്നു. ഇതിനിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗവും തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരുന്നു.
ലഹരിക്കെതിരെ അഭ്രപാളിയിലെ പോരാട്ടത്തിന് ജനപിന്തുണയേറുന്നു. ഫൈസൽ ഹുസൈൻ കഥയെഴുതി സംവിധാനം ചെയ്ത ഡേഞ്ചറസ് വൈബ് എന്ന ഷോർട്ട് ഫിലിമാണ് ജനകീയ പിന്തുണയോടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത്. നിയമസഭയിലെ പ്രത്യേക പ്രദർശന ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് വേണ്ടി പ്രദർശനം നടന്നു. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. നിങ്ങളൊരു ഗതികെട്ട അച്ഛനായതുകൊണ്ടാ എനിക്ക് നീ ഗതി വന്നത്. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തയ്യാറാക്കിയ ചിത്രമാണ് ഈ ഡേഞ്ചറസ് വൈബ്. ലഹരി മാഫിയക്കെതിരെ പോലീസ് ഓഫീസർ സഹദേവൻ നടത്തുന്ന പോരാട്ടവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവവികാസങ്ങളുമാണ് പ്രമേയം. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിലുടനീളം ലഹരിയുടെ വിപത്തും അതിനെതിരായ ചെറുത്തുനിൽപ്പുമാണ്. മുതൽ സർക്കാർ ഓഫീസർമാർ വരെ, വക്കീലന്മാര് മുതൽ നിയമപാലകർ വരെ ഇന്ന് ഞങ്ങളുടെ ചങ്ങലയിലാണ് സാറേ. നിയമസഭാ സാമാജികരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച ലഹരി ബോധവൽക്കരണ ചിത്രം കോർപ്പറേഷൻ കൗൺസിലർമാർക്കും ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് കോഴിക്കോട് പ്രദർശിപ്പിച്ചത്. സിനിമ കണ്ട കോഴിക്കോട് നോർത്ത് MLA ഫൈസൽ ബാബു സിനിമയുടെ ലഹരി വിരുദ്ധ പോരാട്ട ദൗത്യത്തെ അഭിനന്ദിച്ചു. ഈ വളരുന്ന തലമുറയെ പ്രതിരോധിക്കേണ്ടത് പോലീസിന്റെ കാക്കിയുടുപ്പിന്റെ നിയമപാലനത്തിന്റെ കണ്ണുരുട്ടി മാത്രമല്ല, മനുഷ്യരുടെ സകല ആവിഷ്കാരങ്ങളെ കൊണ്ടും അതിനെ തടുക്കണം. കഥയും കവിതയും സിനിമയും എല്ലാം ഇതിൻ്റെ പ്രതിരോധ സന്നാഹങ്ങളാകണം. അവിടെ ഈ ഡേഞ്ചറസ് വൈബ്സ് എന്ന് പറയുന്ന സിനിമ ഗംഭീരമായൊരു ചുവടുവെപ്പാണ്. പ്രദർശന ശേഷം നടന്ന സിനിമാ ചർച്ചയിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ, 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മണം തുടങ്ങിയവർ അതിഥികളായി സംസാരിച്ചു. സംവിധായകൻ ഫൈസൽ ഹുസൈൻ, പ്രൊഫസർ രാജശേഖരൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ഒരു സിനിമയിൽ അടയാളപ്പെടുത്തുക കൂടിയാണ് ഇതാദ്യമായി. 24 കോഴിക്കോട്. MSC എൽസ 3 കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടൽ തട്ടിൽ കിടക്കുന്ന അവശിഷ്ടങ്ങൾ പരിശോധിക്കാനും അവയുടെ നിലവിലെ സ്ഥിതി കണ്ടെത്താനും ഇന്ത്യൻ നേവിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. വിഷയത്തിൽ നാവികസേനയോട് ഹൈക്കോടതി നിലപാട് തേടിയിട്ടുണ്ട്. പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെ നടത്തി റിപ്പോർട്ട് നൽകാൻ നേരത്തെ കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഹർജി ഓഗസ്റ്റ് 11 വീണ്ടും പരിഗണിക്കും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ജിതൻ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് SIT ഹർജി നൽകിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യാണ് ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ SIT ഹർജിയിൽ പറയുന്നത്? പ്രവിത, ഗുഡ് മോർണിംഗ്. ഈ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ഇന്നലെ കോടതിയിൽ ഇതിന്റെ വാദം നടന്നതിനു ശേഷം കോടതി ഇന്ന് വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രധാനമായും ഈ SIT ഉന്നയിക്കുന്ന ഈ ജിതിൻ ഭാസ്കർ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 16-നാണ് ജിതിൻ ഭാസ്കർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുകയും തുടർന്ന് റിമാൻഡിലാകുകയും ചെയ്തത്. തുടർന്ന് ഈ റിമാൻഡ് കാലയളവിൽ അദ്ദേഹം വടകര കോടതിയിൽ ജാമ്യ അപേക്ഷ നൽകിയെങ്കിലും വടകര കോടതിയെ തള്ളിയിരുന്നു. തുടർന്ന് ജില്ലാ കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. ഈ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് തിരുവള്ളൂരിൽ ഈ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം നൽകിയിരുന്നു. ഈ സ്വീകരണത്തിൽ UDFന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഈ കേസിൽ ജിതിൻ ഭാസ്കറിനെയും ഉൾപ്പെടുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിലൂടെ ഈ ജിതിൻ ഭാസ്കർ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് SIT കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ഇതിന്റെ വാദം ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. ഈ കേസിലാണ് കോടതി ഇന്ന് വിധി പറയുന്നത്. ക്രിസ്റ്റീന, പ്രവിത. ശരി, എന്തായാലും ജിതിൻ ഭാസ്കർ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ജിതിൻ ഭാസ്കറുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഇപ്പോൾ SIT കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്ന ആ വിധിയാണ് ഇന്ന് ഉണ്ടാവുക. വിവരങ്ങളാണ് അനീഷ് ദേവസ്യ നൽകിയത്. വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുൻ സർക്കാർ ചട്ടവിരുദ്ധമായി വഖഫ് ബോർഡ് രൂപീകരിച്ചെന്നാണ് ഹർജിയിലെ ആരോപണം. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യനാണ് പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഹർജിയിൽ കോടതി സർക്കാർ നിലപാട് തേടിയിരുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മറ്റ് 3 ഹർജികളും ഇതിനോടൊപ്പം പരിഗണിക്കും.
പത്തനംതിട്ട അടൂർ കോട്ടമുകളിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഷഹനയുടേത് ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ യുവതിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ആൺ സുഹൃത്തായ അരുൺ ശ്രീകുട്ടനെതിരെ മരിച്ച ഷഹനയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. കസ്റ്റഡിയിലുള്ള യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തിയേക്കും. കഴിഞ്ഞ ദിവസമാണ് 31-കാരിയായ ഷഹനയെ വീട്ടിൽ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവസ്ഥലത്ത് നിന്നാണ് അരുണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ ഷഹന ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂരിൽ അതിഥി തൊഴിലാളിയെ കഴുത്തറുത്തു കൊന്നുവന്ന വാർത്തയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, എന്തായിരുന്നു ഇതിന് പ്രകോപനം? കൊല്ലപ്പെട്ടത് അസം സ്വദേശിയാണ് എന്ന് മനസ്സിലാക്കുന്നു. സഹോദരി ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലുണ്ടല്ലോ. അഗർഷീന, ഇന്നലെയാണ് ഈ അസം സ്വദേശിയായിട്ടുള്ള ഫിലിപ്പിനെ കുളിമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 35 വയസ്സായിരുന്നു. സഹോദരി ഭർത്താവ് രമേശിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതാണ് കൊലയ്ക്ക് കാരണം എന്നതുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള സംശയം. ഈ കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കണ്ണൂർ കുടിയാൻമല പൂപ്പറമ്പിലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കുടിയാൻമല പോലീസാണ് ഈ കേസെടുത്ത് അന്വേഷിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പാലക്കാട് നിന്ന് ഷരീഖ് നവാസ് ചേരുകയാണ്. ഷരീഖ്, കേരളത്തെ നടുക്കിയ ആ ഒരു കേസിൽ ഇന്ന് ശിക്ഷാവിധി. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇയാൾക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ്. ഇപ്പോഴും യാതൊരു കുറ്റബോധവുമില്ല. അതിനെ തൂക്കിക്കൊന്നോളൂ എന്നൊക്കെ പറയുന്ന ഒരു ചെന്താമരയാണല്ലോ നമ്മൾ ഇന്നലെയും കണ്ടത്. ക്രിസ്റ്റീന, പ്രവിത, അത്തരത്തിൽ തീർച്ചയായും ഇന്ന്, അതായത് കേരളം ഏറെ പ്രതീക്ഷയോടെയും അതുപോലെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കൊലക്കേസിന്റെ വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. അതായത് 2025 ജനുവരി 27 നെന്മാറയിലെ പൂത്തുണ്ടി ബോയൻ നഗറിൽ സുധാകരൻ, ചെന്താമരയുടെ തന്നെ അയൽവാസിയായ സുധാകരൻ അവരുടെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലുള്ള ഒരു ശിക്ഷാവിധിയാണെന്ന് വരുന്നത്. അന്ന് തന്നെ, അതായത് ഈ തിങ്കളാഴ്ച ഈ കേസ് പരിഗണിച്ച ശേഷം ഒറ്റവരിയിൽ തന്നെയാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് പറഞ്ഞത് ചെന്താമര കുറ്റക്കാരനാണെന്ന് ഒറ്റവരിയിൽ തന്നെ ആദ്യം പറയുകയുണ്ടായി. പിന്നീട് ചെന്താമരയെ കോടതി മുറിക്കകത്തേക്ക് വിളിച്ചു വരുത്തി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചെന്താമരയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് എന്നെ തൂക്കിക്കൊന്നോളൂ, എനിക്ക് കുഴപ്പമില്ല എന്നാണ് ചെന്താമര പറഞ്ഞത്. മാത്രവുമല്ല വീണ്ടും ചോദിച്ചു താങ്കൾക്ക് ഇത് വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ്, അപ്പോൾ എന്താണ് പറയാനുള്ളത്? അപ്പൊ ഞാൻ ഗാന്ധിയല്ല, ഒരു കാരണം പഠിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാൻ എനിക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലാണ് ശിക്ഷാവിധി ഇന്ന് പ്രസ്താവിക്കുക. പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. തന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ് ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ചെന്താമര കോടതിയോട് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും ഈ ശിക്ഷാവിധി എന്നുള്ളത് ഇന്ന് അറിയും. അയോധ്യ സംഭാവന കൊള്ളയിൽ SIT ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകിയേക്കും. 3-അംഗ സമിതി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് റിപ്പോർട്ട് കൈമാറും. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിക്കെതിരെ കൂടുതൽ കണ്ടെത്തലുണ്ടെന്നാണ് സൂചന. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. SIT ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകുകയാണ്. എപ്പോഴാകും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക? ഒപ്പം തന്നെ ചമ്പത് റായിക്കെതിരെ എന്തൊക്കെ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ടെന്നാണ് കരുതുന്നത്? പ്രവിത, ക്രിസ്റ്റീന, അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് BJP സർക്കാരുകൾ വലിയ പ്രതിരോധത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. 3-അംഗ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഈ സംഘം കഴിഞ്ഞ കുറച്ച് ദിവസമായി അയോധ്യ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. നേരത്തെ 15 ദിവസത്തെ സമയം ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ SITക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് അദ്ദേഹം ഉത്തർപ്രദേശിൽ മടങ്ങിയെത്തിയ ശേഷം ഒരു പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. മുൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇതുകൂടെ തന്നെ കൃത്യമായ വിലയിരുത്തലുകൾ ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് ഇടപാടുകൾ അടക്കം പരിശോധിച്ച ശേഷമാണ് ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ചമ്പത് റായിക്കപ്പുറം ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പിടിയിലുള്ളവരും അതുപോലെ തന്നെ ഈ കുറ്റം ആരോപിച്ചവർക്കും അപ്പുറം വലിയൊരു ശൃംഖലയെക്കുറിച്ച് കൂടി SIT പുറത്തു കൊണ്ടുവരുമെന്നതാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ സമയം നീട്ടി ചോദിച്ചേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പലരും വലിയ രീതിയിൽ ആശങ്കയിൽ തുടരുന്നു. നമുക്കറിയാം വലിയ പ്രതിരോധത്തിലായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ അടക്കം ഉണ്ടായിരുന്നത്. RSS അടക്കം വലിയ വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ഇതിന് പിന്നാലെയാണ് SIT രൂപീകരിക്കുകയും ചെയ്തത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉയർത്തുന്ന പ്രധാന ആരോപണമെന്ന് പറയുന്നതിൽ ചമ്പത് റായി അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആദ്യം മുതലേ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഈ അന്തിമ റിപ്പോർട്ടിൽ ആരെക്കുറിച്ചൊക്കെ ആണ് പരാമർശമുള്ളത് എന്നതും കൂടി ശ്രദ്ധേയമാവും. കാരണം ചമ്പത് റായി
ഖമനോയി അടക്കമുള്ളവരെ ഇതിനോടൊപ്പം തന്നെ രാജിവെച്ചവർ പുറത്തു പോയിരുന്നു. കൃത്യമായി ഇതിൽ വലിയ പ്രതിരോധത്തിലുമായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെ അടക്കം പരാമർശമില്ലെങ്കിൽ ഒരുപക്ഷെ ശക്തമായ പ്രതിഷേധം കൂടി പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ അന്വേഷണം കൂടുതൽ പോലീസ് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രതികളുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിനെ കൂടി ഇപ്പോൾ പോലീസ് സമീപിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിച്ചു വരികയാണ്. ഇവിടെ നിന്ന് ലഭിച്ച പണം എവിടേക്കൊക്കെ കൈമാറിയിട്ടുണ്ടെന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചു വരുന്നു. ഇന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഏതൊക്കെ ഉന്നതരുടെ പേര് ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രവിത ക്രിസ്റ്റീന. ശരി. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം. കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലാണ് പുലർച്ചെ ആക്രമണമുണ്ടായത്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ ആക്രമണം ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ നടത്തുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? പ്രവിത, നിലവിൽ എന്തായാലും ഈ ഇറാന്റെ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ രാവിലെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കുവൈറ്റിലും ഒപ്പം തന്നെ ബഹ്റൈനിലുമാണ്. ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് 2 രാജ്യങ്ങളിലും അപായ സൈറൻ മുഴങ്ങിയിരിക്കുന്നത്. അവിടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബഹ്റൈനിൽ ഏതാണ്ട് 2 തവണ അപായ സൈറൻ മുഴങ്ങി. ഒപ്പം തന്നെ കുവൈറ്റിൽ 1 തവണയാണ് ഇത്തരത്തിൽ തങ്ങൾ ആക്രമണം നേരിടുകയാണ് എന്ന് കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് 2 രാജ്യങ്ങളിലും ആക്രമണം നടക്കുന്നുണ്ട്. ഏത് മേഖലയിലാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമല്ല. ഇന്നലെയും ബഹ്റൈനിൽ കഴിഞ്ഞ 2-3 ദിവസമായി ഏതാണ്ട് ഒരേ മേഖലയിൽ തന്നെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ ഏതാണ്ട് ആളുകൾക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും കൂടി ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ അത്തരത്തിൽ പരിക്കേൽക്കുന്നതിന്റെ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള അനൌദ്യോഗിക വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആക്രമണത്തിന് അയവൊന്നുമില്ല. ഈ 2 രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇതുവരെയും ഇറാൻ പ്രത്യാക്രമണം കാര്യമായി നടത്തിയിട്ടുള്ളത്. പ്രവിധ. ശരി. എറണാകുളം പെരുമ്പാവൂരിൽ പകർച്ചവ്യാധികൾ പടരുന്നതായി ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. നഗരത്തിലെ സർക്കാർ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിൽ മാലിന്യ നീക്കം നടക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. പെരുമ്പാവൂർ നഗരസഭാ മന്ദിരത്തോട് ചേർന്നുള്ള സർക്കാർ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് മാലിന്യ നീക്കം തടസ്സമായിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകിയതും പൈപ്പുകൾ ചോർന്നൊലിക്കുന്നതും നാളുകളായുള്ള പ്രശ്നമാണെന്ന് പരാതിക്കാരുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടമായതിനാൽ നഗരസഭയ്ക്ക് ഇടപെടുന്നതിനും പരിമിതിയുണ്ട്. ക്വാർട്ടേഴ്സിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്കും ഡെങ്കിപ്പനി പടരുകയാണ് എന്ന് നഗരസഭ അധികൃതരും അറിയിച്ചു. അവിടെ ഡെങ്കു പടർന്നിരിക്കുകയാണ്. നമ്മൾ ഫോഗിങ്ങും മറ്റുള്ള മരുന്നുകളും മുനിസിപ്പാലിറ്റി വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ ക്ലീൻ ആക്കാനായിട്ട് മുനിസിപ്പാലിറ്റി അതോറിറ്റിക്കല്ല അവകാശം, PWD അംഗങ്ങൾക്കാണ് അതിന്റെ അവകാശമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനുള്ളത്. ഇവർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സമീപ പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിലും പകർച്ചവ്യാധി രൂക്ഷമാണ്. കഴിഞ്ഞ വർഷം മഞ്ഞപ്പിത്തം കലശലായ വേങ്ങൂർ പഞ്ചായത്തിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പെരുമ്പാവൂർ മേഖല കേന്ദ്രീകരിച്ച് മുൻകരുതൽ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കാനൊരുങ്ങുകയാണ് ആരോഗ്യ വിഭാഗം. 24 കൊച്ചി. വാഹനങ്ങളിലെ മോഡിഫിക്കേഷനിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ച ഹൈക്കോടതി. മോഡിഫിക്കേഷൻ നടത്തുന്നവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് വിമർശനം. സ്വമേധയാ എടുത്ത കേസുകൾ പരിഗണിച്ചപ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം. നിയമപരമായ മോഡിഫിക്കേഷനുകൾ അനുവദിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ ഉറപ്പ്. ചില മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി. ഇതിനിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. സ്വകാര്യ വാഹനങ്ങളുടെ മുകളിൽ പോലും പോലീസ് ലൈറ്റുകൾ ഘടിപ്പിക്കുന്നുണ്ട്. വ്ളോഗേഴ്സ് അതിന്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. ഇത് കാൽനടക്കാരടക്കമുള്ളവരുടെ സുരക്ഷയെ ബാധിക്കും. ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഇത്തരം ലൈറ്റുകൾ അടിയന്തര വാഹനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. രാജ്യത്ത് ഇവ അനുവദനീയമല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കാറുകളിൽ നിന്ന് തീ വരുന്നതുവരെ എത്തിയിരിക്കുന്നു മോഡിഫിക്കേഷൻ രീതികൾ. ഇത്തരം അനധികൃത നടപടികൾ അപകടങ്ങൾ വിളിച്ചു വരുത്തും. എതിരെ വന്ന വാഹനം ഡിം ലൈറ്റ് ഇടാത്തതിനാൽ 4 പേർക്കാണ് കോഴിക്കോട് ജീവൻ നഷ്ടമായതെന്നും മാധ്യമവാർത്തകളെ ഉദ്ധരിച്ച് കോടതി പറഞ്ഞു. അപകടകരമായി മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഭിഭാഷകർക്ക് കൈമാറിയിട്ടുണ്ട്. വിഷയത്തിൽ ഉടൻ മറുപടി സമർപ്പിക്കാനാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ആറന്മുള MLA അബിൻ വർക്കിയുടെ വെബ്സൈറ്റ് തയ്യാറാക്കിയത് ഒരു +2 വിദ്യാർത്ഥിയാണ്. പത്തനംതിട്ട കാത്തലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ഏബൽ റിനിലാണ് ആ മിടുക്കൻ. യൂട്യൂബിൽ നോക്കി പഠിച്ചാണ് ആപ്പുകളും വെബ്സൈറ്റുകളും ഡിസൈൻ ചെയ്യുന്നതെന്ന് ഏബൽ റിനിൽ 24നോട് പറഞ്ഞു. ജനങ്ങളുമായുള്ള ആശയവിനിമയം കരുത്തുറ്റതാക്കാൻ ആറന്മുള MLA അബിൻ വർക്കി
ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് പരാതികളും അദ്ദേഹവുമായി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷെ അതൊന്നുമല്ല കാര്യം. ഇത് തയ്യാറാക്കിയിരിക്കുന്ന ഈ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു +2 വിദ്യാർത്ഥിയാണ്. ഏബിൾ റെനിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ഏബിൾ റെനിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇത്? ആരാ സമീപിച്ചത്? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിൻ വർക്കിയാണോ പറഞ്ഞത്? അല്ല, നമ്മളായിട്ട് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ്. ജസ്റ്റ് അതിലേക്ക് ഒരു അപ്രോച്ച്മെൻറ്റ് കൊടുത്താണ്. നമ്മുടെ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള അപ്രോച്ച്മെൻറ്റ് ഞാനിത് ഒന്ന് മെയിൽ ചെയ്തായിരുന്നു. മെയിൽ ചെയ്തപ്പോഴത്തേക്കും ഒരു അപ്രോച്ച്മെൻറ്റ് വന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് പോയി കണ്ടത്. അഭിചേട്ടനെ കണ്ടു. അഭിചേട്ടൻ അത് ആദ്യത്തെ ഫേസ് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ റീഡിസൈൻ ചെയ്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇതിൽ മെയിൻലി ഉള്ളതെന്ന് പറഞ്ഞാൽ ആറന്മുള കണക്റ്റ് എന്ന് പറഞ്ഞാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ പേര് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും പ്രവാസി കണക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവാസികൾ, ആറന്മുള നിയോജകമണ്ഡലത്തിലുള്ള പ്രവാസികളെല്ലാം കൂട്ടി യോജിപ്പിക്കാനുള്ളൊരു സംവിധാനമാണ്. അതിലുള്ള ആറന്മുള കെയർ, പാലിയേറ്റീവ് സപ്പോർട്ട്, അതുപോലെ തന്നെ ഉള്ള ഓരോരോ മെഡിക്കൽ സപ്പോർട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. പിന്നെ മെയിൻലി വരുന്ന റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ ആണ് മെയിൻലി നമ്മുടെ സൊല്യൂഷൻ കൊടുക്കുന്നത്. മുമ്പ് ഇതുപോലെ തന്നെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആപ്പോ മറ്റെന്തെങ്കിലും ആ രീതിയിൽ തയ്യാറാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ വെളിയിലുള്ള കമ്പനികൾക്കും ഇവിടെയുള്ള നാട്ടിലുള്ള ബിസിനസ്സുകാർക്കുള്ള സൊല്യൂഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നു. സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്ത് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പഠിച്ചത്? സ്വന്തം നിലയ്ക്ക് പഠിച്ചാണല്ലേ? അല്ലല്ല, ഞാൻ സ്വന്തം നിലയ്ക്ക് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. കൂടുതൽ ഈ മേഖലയിൽ തന്നെ കൂടുതൽ ശോഭിക്കാൻ തന്നെയാണ് തീരുമാനം? അതെ, ഈ മേഖലയിൽ തന്നെ നോക്കാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും ഏബൽ പറഞ്ഞത് മനസ്സിലായില്ല. നമുക്ക് അബിൻ വർക്കിയുടെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറന്മുള കണക്റ്റിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങളുണ്ട്. നമ്മളൊരു MLA ഒക്കെ വിശ്വസിച്ച് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനൊക്കെ അനുമതി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം കഴിവുള്ള ആൾ തന്നെയാണ് ഏബൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം S വിനേഷ് കുമാർ, 24 പത്തനംതിട്ട. 18 ക്യാരറ്റ് സ്വർണത്തിന് സംസ്ഥാനത്തെ ഏകീകൃത വില നിലവിൽ വന്നു. ജ്വല്ലറികൾ പല നിരക്ക് ഈടാക്കുന്ന സ്ഥിതി മാറിയതോടെ ഉപഭോക്താക്കൾക്ക് സംസ്ഥാനത്ത് എവിടെ നിന്നും ഒരേ വിലയ്ക്ക് 18 ക്യാരറ്റ് സ്വർണം വാങ്ങാനാകും. സ്വർണ്ണവില കുതിച്ചുയർന്നതോടെ താരതമ്യേന വില കുറഞ്ഞ 18 ക്യാരറ്റ് സ്വർണത്തിന് ആവശ്യം ഉയർന്നിരുന്നു. പെട്ടെന്ന് പൊട്ടാത്തതും വിലക്കുറവുള്ളതുമാണ് 18 ക്യാരറ്റിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിച്ചത്. ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. യുവാക്കൾക്കിടയിൽ ഏറെ ഡിമാൻഡുള്ള 18 ക്യാരറ്റ് സ്വർണ്ണ നിരക്ക് ഏകീകരിക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ്. 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 916 പരിശുദ്ധിയാണെങ്കിൽ 18 ക്യാരറ്റിന് 75% പരിശുദ്ധിയാണ് ഉള്ളത്. മണി മ്യൂൾ അക്കൗണ്ടുകൾക്കെതിരെ ശക്തമായ ഇടപെടലുമായി ഹൈക്കോടതി. മണി മ്യൂൾ അക്കൗണ്ടുകൾ സമൂഹത്തിന് വലിയ ഭീഷണിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സൈബർ തട്ടിപ്പിന് സഹായിക്കുന്ന അക്കൗണ്ട് ഉടമകൾക്കെതിരെ കർശന നടപടിയെന്ന മുന്നറിയിപ്പ്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനെതിരായ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടു. സൈബർ തട്ടിപ്പിനായാണ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചത് എന്ന് കോടതി പറഞ്ഞു. അക്കൗണ്ടിൽ പണം വന്നത് എങ്ങനെയെന്ന് അറിയില്ല എന്ന യുവതിയുടെ നിലപാട് സംശയകരം. അന്വേഷണം അനിവാര്യമെന്നും കോടതി വ്യക്തമാക്കി. യാക്കോബായ സഭയുടെ പുതിയതായി സ്ഥാപിച്ച തിരുവനന്തപുരം മേഖലാ അധിപനായി ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് ഇന്ന് ചുമതലയേൽക്കും. വൈകിട്ട് 5 മണിക്ക് പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസീലിയോസ് ജോസഫ് ബാബ നേതൃത്വം നൽകും. ചടങ്ങിൽ മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, സ്പീക്കർ, വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് വമ്പൻ പോര്. രാത്രി 12:30 അറ്റ്ലാന്റയിലാണ് മത്സരം. ജയിക്കുന്ന ടീം ജൂലൈ 20 നടക്കുന്ന ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ലോക കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ രാജ്യമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുന്ന അർജന്റീന 1966 ശേഷം സ്വർണ്ണക്കപ്പ് തിരികെ വീട്ടിലെത്തിക്കാൻ ഇംഗ്ലണ്ട്. വെറുമൊരു മത്സരത്തിനപ്പുറം രാഷ്ട്രീയവും യുദ്ധവും പ്രതികാരവുമെല്ലാം സമ്മിശ്രം ചാലിച്ച ക്ലാസിക് പോര്. അറ്റ്ലാന്റയിൽ ഇന്ന് തീപാറും. ലോകകപ്പിൽ ഇതുവരെ കണ്ടത് ലോക ചാമ്പ്യന്മാരുടെ നിഴൽ മാത്രം. കെട്ടുറപ്പില്ലാത്ത പ്രതിരോധ നിര, കളിമറക്കുന്ന മധ്യനിര, സർവത്ര കുഴപ്പം. ഇതിനെല്ലാം മറികടക്കുന്ന എക്സ് ഫാക്ടർ ലിയോണൽ മെസ്സി. ഇംഗ്ലണ്ടിനെതിരെ ഇതുവരെ കളിച്ച കളി പോരാ, ഉണർന്ന് കളിച്ചേ മതിയാകൂ. 6 മത്സരങ്ങളിൽ 17 ഗോൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 6 എണ്ണം, അതിൽ 5ഉം അവസാന 3 എണ്ണത്തിൽ. ലൗട്ടാരോ മാർട്ടിനസും അൽവാരസും ഗോളടിച്ച് തുടങ്ങിയതും അവസാന മിനിറ്റുകളിലെ തിരിച്ചുവരവുകളുമാണ് കലോണിയുടെ പ്രതീക്ഷ. പ്ലേയിങ് 11-ൽ ഇന്ന് മാറ്റങ്ങൾ ഉറപ്പ്.
തോൽവി അറിയാതെയാണ് ഇംഗ്ലണ്ടിന്റെയും വരവ്. ക്രൊയേഷ്യ തകർത്ത് തട്ടുപൊളിപ്പൻ തുടക്കം. നോക്കൌട്ടിലും പ്രീ ക്വാർട്ടറിലും പിന്നിട്ട് നിന്ന ശേഷം തിരിച്ചു വന്നപ്പോൾ കണ്ടത് കീഴടങ്ങാൻ തയ്യാറാകാത്ത ഇംഗ്ലീഷ് വീര്യം. ഗോളടിച്ചു കൂട്ടുന്ന നായകൻ ഹാരി കെയ്ൻ. മധ്യനിരയിൽ കളി മെനയുന്നതിനൊപ്പം പിഴയ്ക്കാത്ത ഷോട്ടുകളുമായി ജൂഡ് ബെല്ലിംഗാം. 6 ഗോൾ വീതം നേടിയ കെയ്നും ബെല്ലിംഗാമും ഗോൾഡൻ ബൂട്ട് റേസിൽ എംബാപ്പയ്ക്കും മെസ്സിക്കും പിന്നാലെയുണ്ട്. പകരക്കാരുടെ നിരയും സുസജ്ജം. പ്രതിരോധമാണ് ഇംഗ്ലണ്ടിന്റെയും പ്രശ്നം. 13 ഗോളടിച്ചപ്പോൾ വഴങ്ങിയത് 6 ലോകകപ്പിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നത് 5 തവണ. 3 ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അർജന്റീനയ്ക്കൊപ്പം 2 ജയം. ഏറ്റവും ഒടുവിൽ 2002 ലോകവേദിയിൽ ഏറ്റുമുട്ടിയപ്പോൾ ഡേവിഡ് ബെക്കാമിന്റെ ഗോളിൽ ഇംഗ്ലണ്ട് ജയിച്ചു കയറി. 7ാം തവണയാണ് അർജന്റീന ലോകകപ്പ് സെമിയിലെത്തുന്നത്. 6ലും ജയിച്ചു. ഇംഗ്ലണ്ടിനിത് 3ാം സെമി. 1 ജയിച്ചപ്പോൾ 2 കാലിടറി. മെസ്സിയുടെ വിടവാങ്ങൽ ലോകകപ്പും ഇംഗ്ലണ്ടിന്റെ 60 വർഷത്തെ കാത്തിരിപ്പും തമ്മിലുള്ള പോരിൽ ആര് ജയിച്ചാലും അത് ചരിത്രം. വേൾഡ് കപ്പ് ഡെസ്ക് 24. പ്രീമിയർ ലീഗിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ വിലാസം മാറുകയാണ്. സ്വന്തം മൈതാനങ്ങൾ വിദേശ ലീഗുകളുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ യുവതാരങ്ങൾ തയ്യാറാവുകയാണ്. ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് വേണ്ടി വലകുലുക്കിയവരാരും കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ കളിച്ചവരല്ല. ഇംഗ്ലണ്ട് ദേശീയ ടീമിലേക്ക് പ്രതിഭകളെ സംഭാവന ചെയ്യുന്നതിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിർണായക പങ്കുവഹിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണെന്ന് പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഈ ലോകകപ്പിൽ കഥ തികച്ചും വ്യത്യസ്തമാണ്. ടൂർണമെന്റിൽ ഇംഗ്ലണ്ട് ആകെ അടിച്ചുകൂട്ടിയത് 13 ഗോളുകൾ. അതിൽ 6 വീതം നേടിയത് സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിനായി ബൂട്ടുകെട്ടുന്ന ജൂഡ് ബെല്ലിംഗ്ഹാമും ബയേൺ മ്യൂണിക്കിനായി കളിക്കുന്ന ഹാരി കെയ്നും. മാർക്കസ് റാഷ്ഫോർഡ് ആവട്ടെ കഴിഞ്ഞ സീസണിൽ പന്ത് തട്ടിയത് ബാഴ്സലോണയ്ക്ക് വേണ്ടിയും. ഇംഗ്ലണ്ടിനായി ഈ ലോകകപ്പിൽ വലകുലുക്കിയ ഒരു താരം പോലും കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ ഭാഗമായിരുന്നില്ല എന്നത് കൗതുകകരമായ വസ്തുതയാണ്. പണ്ടൊക്കെ ഇംഗ്ലീഷ് കളിക്കാർ പ്രീമിയർ ലീഗ് വിട്ട് പുറത്തുപോയി കളിക്കാൻ മടിച്ചിരുന്നവരായിരുന്നു. എന്നാൽ പുതിയ തലമുറ വിദേശ ലീഗുകളിലെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചാൽ മാത്രമേ ഇംഗ്ലണ്ട് ടീമിൽ തിളങ്ങാൻ കഴിയൂ എന്ന കെട്ടുകഥയാണ് ഈ ലോകകപ്പോടെ മാറിയിരിക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത, കോഴിക്കോട് കണ്ണാടിക്കുളത്ത് കഞ്ചാവ് മിഠായികളുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിലായി. ബീഹാർ സ്വദേശി അസ്ലം അൻസാരിയാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് 3.14 കിലോഗ്രാം കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ് ചേരുകയാണ്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഓപ്പറേഷൻ തൂഫാൻ അത് കൃത്യമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് മോർണിംഗ്. ഈ ഓപ്പറേഷൻ തൂഫാൻ ഒപ്പം തന്നെ ഓപ്പറേഷൻ തണ്ടറിലും വലിയ രീതിയിലുള്ള പരിശോധനയാണ് കോഴിക്കോട് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയാണ് കോഴിക്കോട് കണ്ണാടിക്കുളത്ത് കഞ്ചാവ് മിഠായികളുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ ബീഹാർ സ്വദേശി അസ്ലം അൻസാരിയാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 3.14 കിലോഗ്രാം കഞ്ചാവ് മിഠായികളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ എക്സൈസിന് ലഭിച്ചൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഈ കണ്ണാടിക്കുളം ക്രസന്റ് ബസാറിലെ ക്രസന്റ് ബിൽഡിംഗിലെ ഒരു വാടക മുറിയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ഇയാളെ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ബീഹാറിൽ നിന്ന് ഇയാൾ കഞ്ചാവ് മിഠായി കോഴിക്കോട്ട് എത്തിച്ചതെന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട്ടെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്താനാണ് ഈ കഞ്ചാവ് മിഠായികൾ കൊണ്ടുവന്നതെന്നാണ് ഇയാൾ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പ്രവിത, ക്രിസ്റ്റീന. ശരി, അനീഷ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. സൗദി അറേബ്യയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണവും താമസ കാലയളവും കൃത്യമായി വിലയിരുത്താൻ പുതിയ സൂചിക കൊണ്ടുവരണമെന്ന് സൗദി ഷൂറ കൌൺസിൽ. രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനാവശ്യമായ പുതിയ നയങ്ങൾ രൂപീകരിക്കാനും കൌൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ മിഷാൽ ബിൻ ഫഹദ് അൽ സുലമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുത്തത്. സൗദിയിൽ ടൂറിസ്റ്റുകളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും അവരെ വിവിധ വിഭാഗങ്ങളായി തിരിക്കാനും ലക്ഷ്യമിട്ടാണ് സൗദി ഷൂറ കൌൺസിൽ പുതിയ ടൂറിസം സൂചിക കൊണ്ടുവരാൻ നിർദ്ദേശിച്ചത്. ടൂറിസം അതോറിറ്റിയുടെ വാർഷിക പദ്ധതികൾ സന്ദർശകരെ ആകർഷിക്കുന്നതിലും രാജ്യത്തെ ടൂറിസം മേഖലയിലെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും എത്രത്തോളം വിജയിച്ചുവെന്ന് ഈ സൂചികയിലൂടെ കൃത്യമായി വിലയിരുത്തും. ഇതിനായി സന്ദർശകരുടെ എണ്ണം, ആകെ ടൂറിസ്റ്റുകളിൽ ഓരോ വിഭാഗത്തിന്റെയും ശതമാനം, ഒരാൾ ശരാശരി ചെലവഴിക്കുന്ന തുക, അവരുടെ താമസത്തിന്റെ ദൈർഘ്യം എന്നിവ ഈ പുതിയ സംവിധാനത്തിലൂടെ അളക്കും. ഇതിനൊപ്പം രാജ്യത്തേക്ക് കൂടുതൽ അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ തക്കവണ്ണം നയങ്ങളിലും ചട്ടങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഗവേഷണ വികസന ഇന്നൊവേഷൻ അതോറിറ്റിയോട് കൌൺസിൽ ആവശ്യപ്പെട്ടു. വിദേശ നിക്ഷേപകർക്കും പ്രവാസികളായ സംരംഭകർക്കും ബിസിനസ് പങ്കാളികൾക്കും സൗദിയിൽ നിക്ഷേപം നടത്തുന്നത് കൂടുതൽ സുഗമമാക്കാൻ ഈ പുതിയ നയങ്ങൾ സഹായിക്കും.
നിക്ഷേപ മന്ത്രാലയത്തിന്റെയും ടൂറിസം മന്ത്രാലയത്തിന്റെയും വാർഷിക റിപ്പോർട്ടുകൾ വിശദമായി ചർച്ച ചെയ്ത യോഗം കൂടുതൽ വികസന സാധ്യതകൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട പാർലമെന്ററി സമിതികൾക്ക് നിർദ്ദേശം നൽകി. 24 ജിദ്ദ.